നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. തകർന്നടിഞ്ഞ യാത്ര ദുസ്സഹമായ തിരൂർക്കാട് ആനക്കയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ ബഹുജന സമരത്തിനൊരുങ്ങുമെന്ന് മഞ്ഞളാംകുഴി അലി MLA. 14 വർഷം മുമ്പാണ് ഈ റോഡിൽ അവസാനമായി ടാറിംഗ് നടത്തിയതെന്നും മങ്കട മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ റോഡുകൾ തകർന്നടിഞ്ഞ അവസ്ഥയിലാണെന്നും അദ്ദേഹം ടുഡേ ന്യൂസിനോട് പറഞ്ഞു. ആതുരാലയ നഗരമായ പെരിന്തൽമണ്ണയിലേക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിലാണ് ഈ വിധം ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. തിരൂർക്കാട് മുതൽ മങ്കട ആനക്കയം വരെയുള്ള റോഡിന്റെ അവസ്ഥയാണിത്. കുണ്ടും കുഴിയും വലിയ ഗർത്തങ്ങളായി മാറി ചെറുവാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥ. മഴയുള്ള സമയമാണെങ്കിൽ യാത്രാ ദുരിതം ഇരട്ടിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജ്, മങ്കട CHC എന്നിവിടങ്ങളിലേക്കും ആതുരാലയ നഗരമായ പെരിന്തൽമണ്ണയിലേക്കും പ്രദേശത്തുള്ളവർക്ക് കടന്നുപോകാനുള്ള വഴിയാണിത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളും സ്കൂൾ വാഹനങ്ങളും കുണ്ടിലും കുഴിയിലും വീണ യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട ഈ റോഡ് അവസാനമായി ടാർ ചെയ്തത് 14 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വിഷയം നിരവധി തവണ നിയമസഭയിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും മഞ്ഞളാംകുഴി അലി MLA പറയുന്നു. റോഡ് നവീകരണത്തിന് ഇനിയും നടപടിയായിട്ടില്ലെങ്കിൽ ബഹുജന സമരമടക്കം നടത്തുമെന്ന് മഞ്ഞളാംകുഴി അലി MLA ടുഡേ ന്യൂസിനോട് പറഞ്ഞു. മങ്കട മണ്ഡലത്തിലെ മാത്രം കാര്യമല്ലിതെന്നും സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും തകർന്നടിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരൂർക്കാട് മുതൽ ആനക്കയം വരെയുള്ള റോഡിന് വേണ്ടി കുറേയധികം ഞങ്ങൾ നടത്തിയതാണ്. 14-16 കൊല്ലം മുമ്പെയാണ് അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചത്. പിന്നെ അതിന് ശേഷം അതൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഇതിലൊക്കെ ചെറിയ മെയിൻ്റനൻസ് നടത്തിയെന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ അതിനുവേണ്ടി ശ്രമമുണ്ട്. സംസ്ഥാന സർക്കാർ തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. കേരളത്തിലുള്ള എല്ലാ റോഡുകളും തകർന്ന് കിടക്കുകയാണ്. ഒരു സ്ഥലത്തും നല്ല ഒരു മണ്ഡലത്തിലും എൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ റോഡും നന്നായി എന്ന് പറയുന്ന ഒരു MLA ഇല്ല. അത്രയ്ക്കധികം പ്രയാസങ്ങളാണ് എല്ലാ സ്ഥലത്തും നേരിടുന്നത്. മഴ ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ടായി. അതുമാത്രമല്ല, അതിന് കഴിഞ്ഞ വർഷങ്ങളൊന്നും ഫണ്ട് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുത്ത വർക്കുകൾ തന്നെ കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ NHൻ്റെ ആ വർക്ക് ഒരു കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. ആ കോൺട്രാക്ടർ കൃത്യമായിട്ട് നടത്തുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ഫണ്ട് കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. തിരൂർക്കാട് ആനക്കയം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമരമുറകളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.